Good morning. Okay. Good morning. Okay, good morning. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ, അച്ചു, പ്രിയാനി, ഗുഡ് മോർണിംഗ്, അമൃത. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ദിവസം എടുത്തൊക്കെ വായിച്ചു നോക്കിയോ? വായിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എന്തൊക്കെ പറഞ്ഞു? നമ്മള് ഡ്രഗ് ഫോർമുലറിയെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? ഡ്രഗ് ഫോർമുലറി എന്താണ്? ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ് പറഞ്ഞു അല്ലെ? നമ്മൾ ഡ്രഗ്സുകള് പർച്ചേസ് ചെയ്യുന്ന ഓക്കെ മാലിന്യ ഗുഡ് മോർണിംഗ്. അതായത് ഈ പറയുന്ന മരുന്നുകള് അല്ലെ, ഡ്രഗ്സുകള് പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഇന്റന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഒരു ഫാർമസിക്കകത്ത് സൂക്ഷിക്കേണ്ട റെക്കോർഡുകള്, രജിസ്റ്ററുകള് എന്തൊക്കെയാണ് അല്ലെ പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സുകളാണ് അല്ലെ? വിവിധ തരത്തിലുള്ള മരുന്നുകള് ഏതൊക്കെ രീതികളിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അല്ലെ? ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ ആണല്ലോ? അത് മാത്രമല്ല, മെഡിക്കേഷൻ പ്രൊസീജിയറും കൂടെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അത് വേറൊന്നുമല്ല, അതായത് ഒരു ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടൈം തൊട്ട് ആ ഒരു മരുന്ന് ഫാർമസിയിൽ നിന്ന് വാർഡിലോട്ട് എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ആ ഒരു മെഡിക്കേഷൻ പ്രൊസീജിയറിൽ നമ്മൾ പറഞ്ഞത് അല്ലെ? ഇതിനല്ലേ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിരുന്നു അല്ലെ? മെഡിക്കേഷൻ പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടെ നോക്കാം കേട്ടോ. കുറച്ചുകൂടി ഉള്ളത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരും കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഫിനാൻസസ് ആണ് കേട്ടോ. ഫിനാൻസസ്. ഫിനാൻസസ് ദാറ്റ് മീൻസ് ഇവിടെ അതിന്റെ ഒരു പ്രസക്തി എന്ന് പറയാൻ മാത്രമില്ല. ഫിനാൻസസ് വേറൊന്നുമല്ല, ഒരു ഹോസ്പിറ്റലിലേക്ക് റവന്യൂ വരുന്ന മാർഗങ്ങളെ പറ്റിയാണ് അതവിടെ കൊടുത്തേക്കുന്നത്. അവരുടെ ഫാർമസിയിലേക്ക് മാത്രം വരുന്ന ഫിനാൻസിനെ പറ്റിയിട്ട് മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തില് ഒരു ഹോസ്പിറ്റലിന് വരുന്ന റവന്യൂ, ഏതൊക്കെ ഫിനാൻഷ്യൽ സോഴ്സുകളിലൂടെയാണ് ഒരു ഹോസ്പിറ്റലിന് വരുമാനം ലഭിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കുറച്ച് പോയിന്റുകൾ മാത്രമാണ് അവിടെ കൊടുത്തേക്കുന്നത്. അത്ര ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് പറയാനില്ല കേട്ടോ, എങ്കിലും നമുക്ക് വായിക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രൈമറി സോഴ്സ് കേട്ടോ. പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ് ആണ് അല്ലെ? എന്താണ്? ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്. ദാറ്റ് മീൻസ് പ്രൈമറി സോഴ്സ് ഓഫ്, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ് ആണ് അല്ലെ? നമുക്ക് പേഷ്യന്റിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു വരുമാനം തന്നെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവിടെ വരുന്ന പേഷ്യന്റിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ചാർജ്, അവരുടെ പേയ്മെന്റ്സുകൾ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം അല്ലെ? ഓക്കെ, അത് അറിയാവുന്ന കാര്യമാണ്. പിന്നെന്താണ്? ചാർജസ് ഗോട്ട് ബൈ ദ പേഷ്യൻസ് ആർ ഐദർ ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ് ഓർ ഫ്രം ദ തേർഡ് പാർട്ടി. ഈ ചാർജസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പേഷ്യൻസ് ഫുള്ളായിട്ട് തന്നെ ആ ചാർജ് പേയ്മെന്റ് നടത്തുന്നു. അതല്ലാത്ത പക്ഷം എന്താണ്? അവരുടെ ഇൻഷുറൻസ്, തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകൾ, അത് തന്നെ കറക്റ്റ് ആണ്. ഇൻഷുറൻസ് കമ്പനി വഴിയായിട്ടും എന്ത് ലഭിക്കുന്നുണ്ട്? പേയ്മെന്റ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് റിസർച്ച് വർക്കാണ് കേട്ടോ. അതായത് ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും എന്ത് വരുന്നുണ്ട്? സാമ്പത്തിക, ഈ പറയുന്ന നമുക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ടൊക്കെ എന്തെങ്കിലും റിസർച്ച് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വല്ല ഗവൺമെന്റ് ആയിക്കോട്ടെ, മറ്റു വല്ല കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഫണ്ട് ചെയ്യും റിസർച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അതും എന്താണ്? ഒരു വരുമാന സ്രോതസ്സായിട്ടാണ് അവിടെ പറയുന്നത്. സ്രോതസ്സല്ല, അതൊക്കെ അതിലൂടെയൊക്കെ എന്ത് ലഭിക്കുന്നുണ്ട്? ഹോസ്പിറ്റലിന് ഈ പറയുന്ന വരുമാനം വരുന്നുണ്ട്, റവന്യൂ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ട്സ് ആണ് കേട്ടോ. ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ട്. എൻഡോമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡൊണേഷൻസിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് കേട്ടോ.
ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഡൊണേഷൻ ഒക്കെ ലഭിക്കില്ലേ? ഈ ഡൊണേഷൻസിലൂടെ ലഭിക്കുന്ന ആ ഒരു വരുമാനമാണ് അവിടെ എൻഡോമെന്റ് ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കുക, ദ എൻഡോമെന്റ് ഫണ്ട്സ് ആർ ഫണ്ടഡ് മെയിൻലി ത്രൂ ഡൊണേഷൻസ് കേട്ടോ. നമുക്ക് ഡൊണേഷൻസിലൂടെ, സംഭാവനകളിലൂടെ ലഭിക്കുന്ന ഫണ്ടുകളാണ് എൻഡോമെന്റ് ഫണ്ട് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. The funds have specific policies that concerns investments, withdrawal and the usage of the funds. അപ്പൊ ഇത്തരത്തില് നമുക്ക് ഡൊണേഷനിലൂടെ ലഭിക്കുന്ന ഇത്തരത്തിലുള്ള എൻഡോമെന്റ് ഫണ്ടുകൾ എങ്ങനെ അത്തരം ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ അതിനെ ഉപയോഗിക്കണം, യൂട്ടിലൈസ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ അത് വിത്ഡ്രോ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ആ ഒരു ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഉണ്ടായിരിക്കും കേട്ടോ. അല്ലാണ്ട് തോന്നുന്ന രീതിയിൽ അങ്ങനെ ഫണ്ട് എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. ഈ എൻഡോമെന്റിലൂടെ ലഭിക്കുന്ന ഫണ്ട് അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് രീതിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ അത് യൂസ് ചെയ്യണം, ഏത് രീതിയിൽ അതിൽ നിന്ന് പൈസ പിൻവലിക്കണം, എന്തെല്ലാം കാര്യങ്ങൾക്ക് ആ ഫണ്ട് വിനിയോഗിക്കാം എന്നതിനെ പറ്റിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ഗിവ്സ് കോൺട്രിബ്യൂഷൻസ് ടുവേഴ്സ് ദി ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ് കേട്ടോ. ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ഡേ ടു ഡേ എക്സ്പെൻസസുകൾ ധാരാളമായിട്ടുണ്ടാവും അല്ലെ. ഡെയിലി അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസുകളാണ് അല്ലെ. അപ്പൊ ഇത്തരം ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസിനൊക്കെ ലഭിക്കുന്ന കോൺട്രിബ്യൂഷൻസുകള് അല്ലെ, ആളുകൾ ഇപ്പൊ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നും ചാരിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റുള്ള കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നൊക്കെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ലഭിക്കും അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, വരുമാന മാർഗങ്ങളാണ് എന്നാണ് പറയുന്നത്. അത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമില്ല കേട്ടോ. അത് പ്രത്യേകിച്ച് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഒരു അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല അതിനകത്ത്. എന്നാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്ത് തന്നെയാണ്, ഇറ്റ് ഇസ് ദ ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ് ആണ്. അതുപോലെ നിങ്ങളോട് ചോദിക്കാം എന്താണ് എൻഡോമെന്റ് ഫണ്ട്. എൻഡോമെന്റ് ഫണ്ട്സ് ആർ മെയിൻലി ത്രൂ എന്താണ്, ഫണ്ട്സ് ഒബ്റ്റെയിൻഡ് ത്രൂ ദ ഡൊണേഷൻസ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് ഡൊണേഷനിലൂടെ ലഭിക്കുന്ന ഫണ്ടുകളെയാണ് നമ്മൾ പൊതുവെ എൻഡോമെന്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം എൻഡോമെന്റ് ഫണ്ടുകൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയും അത് വിത്ഡ്രോ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ദ പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഫാർമസിയെ പറ്റി പഠിച്ചു. അപ്പൊ ഫാർമസി സർവീസുകൾ, ഒരു ഫാർമസി സേവനങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസുകൾ, അവര് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ് കേട്ടോ. അതൊന്ന് പോയിന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. പോയിന്റ് ആയിട്ട് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്, ഒരു ഫാർമസി നേരിടേണ്ടി വരുന്ന ചാലഞ്ചസുകൾ, വെല്ലുവിളികള്, പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ നോക്കൂ, പിൽഫറേജ്. നമുക്ക് എന്താണ് പിൽഫറേജ്? പിൽഫറേജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? തെഫ്റ്റ് ആണ് കേട്ടോ, കളവ് കേട്ടോ, തെഫ്റ്റ്. അത് തന്നെ കറക്റ്റ് ആണ്, മോഷണമാണ്. അതായത് നമ്മള് പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, പുള്ളിക്ക് മരുന്നുകളൊക്കെ ഓവർ സ്റ്റോക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അവിടെ? ഈ തെഫ്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. ഒരുപാട് നമ്മൾ ഓവർ സ്റ്റോക്ക് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് മനുഷ്യരാണ് അല്ലെ. അപ്പൊ അവിടെ പിൽഫറേജിനൊക്കെയുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതൊരു പ്രോബ്ലം ആണ് കേട്ടോ, പിൽഫറേജ്. പിന്നെ പറയുന്നത് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് ആണ് കേട്ടോ. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്സ്പയറി ഡ്രഗ്സ് അല്ല, അത് വേറെയാണ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബാൻ ചെയ്തിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ ഉണ്ടാവില്ലേ, റദ്ദാക്കപ്പെട്ടിട്ടുള്ള മരുന്നുകളുണ്ട്. അപ്പൊ ചിലർക്ക് അറിയില്ല, ചിലപ്പോൾ മരുന്നുകൾ നമ്മൾ മേടിച്ച് ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു മരുന്ന് ബാൻ ചെയ്യാണ്. റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ പല മരുന്നുകളും ബാൻ ചെയ്തിട്ടുണ്ട്. മഫ്താൽ എന്നൊക്കെ പറയുന്ന മരുന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ബാൻ ചെയ്തിട്ടുള്ള മരുന്നുകളാണ്. മൈഗ്രെയിനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് മഫ്താൽ ഫോർട്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് ഈ അടുത്ത കാലത്ത് അത് ലിവറിന് ഒക്കെ വളരെയധികം, കിഡ്നിക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു മരുന്നിനെ ബാൻ ചെയ്തിട്ടുണ്ട്. ബാൻ ചെയ്തതാണെങ്കിലും അത് അവൈലബിൾ ആണ്, കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ രീതിയിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് വരുന്നുണ്ട്, റദ്ദാക്കപ്പെട്ടിട്ടുള്ള ബാൻ ചെയ്യപ്പെട്ട മരുന്നുകൾ. അങ്ങനെയൊക്കെ വരുമ്പോ ഇപ്പൊ ഫാർമസി മരുന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചു, കുറച്ച് കഴിയുമ്പോൾ അത് ബാൻ ചെയ്താണെങ്കിൽ അത് ഫാർമസിക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. പിന്നെ എന്താണ് പറയുന്നത്, ക്യാരിയിങ് കോസ്റ്റ് അല്ലെ. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
നമ്മളിപ്പോ മരുന്നുകളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് ബൾക്കായിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്തൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനൊക്കെ എന്ത് വരുന്നുണ്ട്? എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലെ, കോസ്റ്റ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മള് എന്താ പുറത്തുനിന്നൊക്കെ നമ്മള് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന മരുന്നുകളൊക്കെ ആകുമ്പോൾ അതിനൊക്കെ ക്യാരിയിങ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകളൊക്കെ വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് ഡിസ്ട്രക്ഷൻ ബൈ ദ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ് കേട്ടോ. അതായത് മരുന്നുകൾ ചിലപ്പോൾ നശിപ്പിക്കപ്പെടാം അല്ലെ, ഇങ്ങനെ റാറ്റ്സ് ഇൻസെക്റ്റുകളൊക്കെ മൂലം. സാധാരണ രീതിയിൽ ഒരു ഫാർമസിയിൽ അങ്ങനെ സംഭവിക്കില്ല, പക്ഷെ എങ്കിലും എന്താണ് ശരിയായ രീതിയിലുള്ള ഒരു എന്താ പറയുക മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത ഫാർമസി ഒക്കെ ആണെങ്കിൽ അവിടെ മരുന്നുകളൊക്കെ ഇത്തരത്തിലുള്ള ഇൻസെക്ട്സ് ഒക്കെ വഴിയായിട്ട് നശിപ്പിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് എക്സ്പയറി ഡ്രഗ്സ് ആണ്. അറിയാലോ, കാലഹരണപ്പെട്ട മരുന്നുകൾ, എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് പറയുന്നത് എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് അത് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മരുന്നുകൾ നഷ്ടമാണ് അല്ലെ, നമുക്കതൊരു നഷ്ടമാണ്. അപ്പൊ അതൊക്കെ ഒരു ഫാർമസി ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെയാണ് ഇത് ഷോർട്ടേജ് കോസ്റ്റ് അല്ലെ. ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില മരുന്നുകൾ നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ഔട്ട് ആയി തീരുക അല്ലെ, അതായത് ലഭ്യമല്ലാതിരിക്കുന്ന അവസ്ഥ അല്ലെ, ഷോർട്ടേജ് വരികയാണ്. പ്രത്യേകിച്ച് ചില എമർജൻസി ഡ്രഗുകളൊക്കെ നമുക്ക് എന്താണ് ഷോർട്ടേജ് വരുമ്പോൾ അത്തരം മരുന്നുകൾ മേടിക്കാൻ നമ്മളൊരു അഡീഷണൽ എക്സ്പെൻസ് അവിടെ, അല്ലെങ്കിൽ ഒരു അഡീഷണൽ കോസ്റ്റ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. പ്രത്യേകിച്ച് ആളുകൾക്ക് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന മരുന്നുകൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഷോർട്ടേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം മരുന്നുകൾ മേടിക്കാൻ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു കോസ്റ്റ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഷോർട്ടേജ് കോസ്റ്റ് നമുക്ക് ഉദ്ദേശിക്കുന്നത്, അതാണ്. അറിയാലോ, ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഒരു ഫാർമസി ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് പോയിന്റുകൾ ഓർത്താൽ മതി കേട്ടോ. പിൽഫറേജിന്റെ അളവാണ്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, ക്യാരിയിങ് കോസ്റ്റ്, ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്, എക്സ്പയറി ഡ്രഗ്സ്, ഷോർട്ടേജ് കോസ്റ്റ്. ഓക്കെയാണോ? മനസ്സിലായല്ലോ? മനസ്സിലാക്കാതെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, എളുപ്പമാണ്. നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ ആണ് പഠിക്കാനുള്ളത് കേട്ടോ. ചീഫ് ഫാർമസിസ്റ്റ് എവിടെ കണ്ടിട്ടുണ്ട് നമ്മള്? ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഒരു ഫ്ലോ ചാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചീഫ് ഫാർമസിസ്റ്റ് അല്ലെ. അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ്? എംഫാം യോഗ്യതയാണ് അല്ലെ. എംഫാം ആണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന ഒരു ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി മാനേജസ് ദ എൻറ്റയർ ഫാർമസി അല്ലെ. അദ്ദേഹമാണ് ഒരു മൊത്തത്തിൽ ഒരു ഫാർമസിനെ മാനേജ് ചെയ്യുന്ന ഒരു സീനിയർ ഫാർമസിസ്റ്റ് ആണ് അല്ലെ. ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു എംഫാം ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തെല്ലാം ഡ്യൂട്ടീസുകളാണ് അവർക്ക് ഉള്ളത്? ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അതാണ് ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നമ്മൾ തെറാപ്യൂട്ടിക് കമ്മിറ്റിയെ പറ്റി പഠിച്ചില്ലേ, ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അപ്പൊ ആ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശുപാർശകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഫുൾഫിൽ ചെയ്യുക അല്ലെ, അവര് എന്താണ് പ്രാവർത്തികമാക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫാർമസിക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കമ്മിറ്റിയാണ് അല്ലെ. ഈ കമ്മിറ്റി ഉന്നയിക്കുന്ന എല്ലാവിധ എന്താ പറയാ ശുപാർശകളും ഈ ഒരു ഫാർമസിസ്റ്റ് ആണ് അത് എന്ത് ചെയ്യുന്നത്? നല്ല രീതിയിൽ നടപ്പിലാക്കേണ്ടത് കേട്ടോ. അതാണ് ഒന്നാമത്തെ പോയിന്റ്, ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് ദ തെറാപ്യൂട്ടിക് കമ്മിറ്റി. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയാസ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ സെപ്പറേറ്റ് ഏരിയാസ് മീൻസ് ഇപ്പൊ വാർഡിലേക്കാണെങ്കിൽ വാർഡിലേക്കുള്ള മരുന്നുകള്, ഇൻപേഷ്യൻസ് അല്ലെ, ഇൻപേഷ്യൻസിനാണെങ്കിൽ അവർക്കായിട്ടുള്ള മരുന്നുകള്, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ അവിടെ, അങ്ങനെ ഓരോ സെപ്പറേറ്റ് ഏരിയകളിലേക്കുള്ള മരുന്നുകള്, ഫാർമസ്യൂട്ടിക്കൽസ് കെമിക്കൽസ് മറ്റും വിതരണം ചെയ്യുക, ഡിസ്പെൻസ് ചെയ്യുക, അതും അദ്ദേഹത്തിന്റെ റോളിൽ വരുന്നതാണ്. പിന്നെന്താണ്? മെയിൻ്റനൻസ് ഓഫ് ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ് കേട്ടോ. എന്താണ്
മെയിൻ്റനൻസ് ഓഫ് ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. ഈ പറയുന്ന എമർജൻസി മരുന്നുകൾ അതുപോലെ തന്നെ ആന്റിഡോട്ട്സ് അവയുടെ ഒരു അംഗീകൃതമായിട്ടുള്ള സ്റ്റോക്ക് നിലനിർത്തുക എന്നുള്ളതും ഫാർമസിസ്റ്റിന്റെ റോളാണ് കേട്ടോ. മെയിൻ്റനൻസ് ഓഫ് ദ ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. എമർജൻസി മരുന്നുകൾ ഉണ്ടാക്കി അതുപോലെ ആന്റിഡോട്ട്സ്. എന്താണ് ആന്റിഡോട്ട് എന്ന് പറഞ്ഞാല്? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആന്റിഡോട്ട് എന്ന്? ആന്റിഡോട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണോ കേൾക്കുന്നത്? ആന്റിഡോട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ട് പോയിസണസ് ആയിട്ട് എന്തെങ്കിലും സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന ഇഫക്റ്റിനെ ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് തന്നെയാണ് ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ആന്റിഡോട്ട് എന്താണെന്നോ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശം ചെന്ന് കഴിഞ്ഞാൽ ടോക്സിക് ആയിട്ട് പോയിസണസ് ആയിട്ട് എന്തെങ്കിലും വിഷാംശം നമ്മുടെ ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന ഇഫക്റ്റിനെ ഇല്ലാതാക്കാൻ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താ പറയുക സബ്സ്റ്റൻസ് ആണ് ആന്റിഡോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള എമർജൻസി മരുന്നുകളുടെയും ആന്റിഡോട്ടുകളുടെയൊക്കെ അംഗീകൃതമായിട്ടുള്ള സ്റ്റോക്ക് ഫാർമസിയിൽ നിലനിർത്തുക എന്നുള്ളതും ചീഫ് ഫാർമസിസ്റ്റ് ആണ് അല്ലെ. അത് തന്നെ മരുന്ന് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് ഡിസ്പെൻസിങ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ് കേട്ടോ. നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ പഠിച്ചില്ലേ? ടെത്തഡീൻ പഠിച്ചില്ലേ? നമ്മള് ബാർബിക്യൂറേറ്റ്സ് അതുപോലെ തന്നെ ഇതൊക്കെ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള നാർക്കോട്ടിക് ഡ്രഗ്സുകളെ കൃത്യമായിട്ട് ഡിസ്പെൻസ് ചെയ്യുക, അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക അല്ലെ. അതൊക്കെ ചെയ്യുക. കാരണം മറ്റുള്ള മരുന്നുകൾ പോലെയല്ല അല്ലെ. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കേണ്ട മരുന്നുകളാണ്. അപ്പൊ അത്തരം നാർക്കോട്ടിക് ഡ്രഗ്സുകളുടെ മെയിൻ്റനൻസും അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ വിതരണവും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നത് ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ എന്താ പറയാ റോളാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡെസിഗ്നേഷൻ ഫോർ വാരിയസ് ഫ്ലൂയിഡ്സ് കേട്ടോ. എന്താണ് ഡെസിഗ്നേഷൻ ഫോർ വാരിയസ് ഫ്ലൂയിഡ്സ്? വാരിയസ് ഫ്ലൂയിഡ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പർപ്പസിനായിട്ട് തെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ്സ്, അതായത് IV ഫ്ലൂയിഡ്സ് ഒക്കെ ഇല്ലേ, ഇൻട്രാവനസ് ഫ്ലൂയിഡ്സുകള്, IV ഫ്ലൂയിഡ്സുകള്, അതുപോലെ ഓറൽ ഫ്ലൂയിഡ്സുകള്, പിന്നെ എന്താ പറയാ അങ്ങനെ ടോപ്പിക്കൽ ഫ്ലൂയിഡ്സുകള്, നമ്മുടെ എന്താ പറയാ സ്കിന്നിലോട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്രീമുകള്, ഓയിൽമെന്റുകൾ, അതൊക്കെ അതിനകത്ത് പെടുന്നതാണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഫ്ലൂയിഡ്സുകളെ കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്ത് ലാബിലൊക്കെ ചെയ്ത് വെക്കാം. അതാണ് അവിടെ ഡെസിഗ്നേഷൻ ഫോർ വാരിയസ് ഫ്ലൂയിഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ പറയുന്ന വാരിയസ് IV ഫ്ലൂയിഡ്സുകള് അതുപോലെ ഓറൽ ഫ്ലൂയിഡ്സുകള് അങ്ങനെയുള്ളതൊക്കെ കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്ത് ലാബിലേക്ക് വെക്കുന്നത് അദ്ദേഹത്തിന്റെ റോളിൽ വരുന്നതാണ്. ചീഫ് ഫാർമസിസ്റ്റ് ചെയ്യേണ്ട മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ വരുന്നത് സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വാരിയസ് പോയിന്റ്സ് ഓഫ് യൂസ് കേട്ടോ. എന്താണ് സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വാരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്? സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സൂക്ഷ്മ പരിശോധനയാണ് കേട്ടോ. അതാണ് സൂക്ഷ്മ പരിശോധനയാണ്. പ്രത്യേകിച്ച് നമ്മൾ മരുന്നുകളുടെ ഉപയോഗത്തിന്റെ വിവിധ ഘട്ടങ്ങളില് സൂക്ഷ്മ പരിശോധന നടത്തേണ്ടത് ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ മരുന്നുകൾ ഇപ്പൊ മാനുഫാക്ചർ ചെയ്യുന്ന മരുന്നുകളാവട്ടെ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മരുന്നുകളാവട്ടെ, അത് വരുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി, അതിന്റെ ക്വാളിറ്റി, അതിന്റെ ബാച്ച് നമ്പർ, അതിന്റെ എക്സ്പയറി ഡേറ്റ് അല്ലെ, അതുപോലെ തന്നെ അതിന്റെ ലാബ് ടെസ്റ്റുകൾ, അങ്ങനെയുള്ള ആ ഒരു മരുന്നുകളുടെ ഉപയോഗത്തിന്റെ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതും ആര് തന്നെയാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. പിന്നെ വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഇൻഡൻസ്, ഇഷ്യൂ ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. നമുക്കറിയാലോ ഇന്റന്റുകൾ പ്രിപ്പയർ ചെയ്യുക അല്ലെ. ഇന്റന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് ഡ്രഗ്സ് ആണ്. അങ്ങനെ ഇന്റന്റുകള്, ഇഷ്യൂസ്, റെസിപ്റ്റ് വൗച്ചറുകളൊക്കെ തയ്യാറാക്കുക. പിന്നെ ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റോക്ക് എന്നാണ് കേട്ടോ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻവെന്ററി കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മരുന്നുകളുടെ സ്റ്റോക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക. പിന്നെ വരുന്നത് മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ് കേട്ടോ. കൃത്യമായിട്ട് നമ്മുടെ ഫാർമസി സ്റ്റോറുകള്, അവിടുത്തെ ലെഡ്ജറുകള്, കണക്ക് പുസ്തകങ്ങള്, റെക്കോർഡുകള്, അതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ പഠിച്ചില്ലേ ഒരു ഫാർമസിയിൽ സൂക്ഷിക്കേണ്ട റെക്കോർഡുകളും രജിസ്റ്ററുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും ഇദ്ദേഹത്തിന്റെ റോളാണ്. പിന്നെ വരുന്നത് പ്രൊവിഷൻ ഓഫ് ദ ആൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ.
എന്താണ് പ്രൊവിഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് ഇലക്ട്രിസിറ്റി സപ്ലൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ സപ്ലൈ ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ് ഒക്കെ അതിന് വേണ്ട നടപടിക്രമങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടത് ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആണ്. എന്താണ് അവിടെ റോള് വരുന്നത്? നമ്മൾ സ്റ്റോറേജ് പഠിച്ചു അല്ലെ, ഡ്രഗ്സിന്റെ സ്റ്റോറേജ് പറഞ്ഞപ്പോ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് ഈ പറയുന്ന ആന്റിബയോട്ടിക്കുകൾ, വിറ്റാമിനുകൾ അതൊക്കെ വളരെ കോൾഡ് സ്റ്റോറേജ് ആയിട്ട്, അതായത് അത്രയും ടെമ്പറേച്ചർ കുറവിലാണ് നമ്മൾ അങ്ങനെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഒരു ഇലക്ട്രിക്കൽ ഫെയിലിയർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ എന്നത് പ്രതികൂലമായിട്ട് ബാധിക്കും. അതായത് കറണ്ടൊക്കെ പോയി ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇലക്ട്രിക്കൽ സപ്ലൈ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ കോൾഡ് സ്റ്റോറേജ് ആയിട്ടുള്ള ഡ്രഗ്സുകളുടെ കോമ്പോസിഷനിലൊക്കെ വ്യത്യാസം വരും അല്ലെ. കറണ്ട് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ടെമ്പറേച്ചർ ഫോളും വരും, അല്ലെങ്കിൽ അതിന്റെ ആ റേഞ്ച് ഒക്കെ മാറിക്കഴിയുമ്പോൾ അതിന്റെ കോമ്പോസിഷനിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന അതിനൊക്കെ വരാതിരിക്കാനായിട്ട് ഒരു ആൾട്ടർനേറ്റീവ് ഇലക്ട്രിക്കൽ സപ്ലൈ പ്രൊവിഷൻസ് ഒക്കെ ചെയ്യേണ്ടതും ആര് തന്നെയാണ്? ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഫാർമസി സംബന്ധമായിട്ട് കേട്ടോ. പിന്നെ വരുന്നത് സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. സൂക്ഷ്മ പരിശോധനകൾ നടത്തുക, അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, നമ്മൾ ആ ഒരു മരുന്ന് അത് ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് വരുന്ന ചില ഡിഫക്റ്റുകളും മറ്റുമൊക്കെ ഉണ്ടാവും അല്ലെ, ക്വാളിറ്റിയിലൊക്കെ വരുന്ന ചില വ്യതിയാനങ്ങൾ, അതിനെയൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് പോവുക കേട്ടോ. പിന്നെ വരുന്നത് ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. അദ്ദേഹത്തിന് കീഴിലുള്ള ഫാർമസിസ്റ്റുകൾക്ക് ആവശ്യം, നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആ ഫ്ലോ ചാർട്ട് പറഞ്ഞപ്പോ ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴിലായിട്ട് ഒരുപാട് ഫാർമസിസ്റ്റുകൾ വരുന്നുണ്ട് അല്ലെ. അതായത് 4 വിഭാഗമൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഈ പറയുന്ന ഫാർമസിസ്റ്റുകൾക്ക്, അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന ഫാർമസിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങള്, ടീച്ചിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് ഒരു ഗൈഡൻസും മറ്റും കൊടുക്കുക അല്ലെ. അത് ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി. പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി, അതായത് ഈ ഫാർമസിയിലുള്ള സേവനങ്ങള്, അവിടുത്തെ പ്രവർത്തനങ്ങള്, അവിടെ അത് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ യൂസേജ്, അതിനെ പറ്റിയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള യൂട്ടിലൈസേഷൻ റിപ്പോർട്ടുകൾ, അതായത് ഒരു പീരിയോഡിക് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ റിപ്പോർട്ടുകൾ എന്ന് വെച്ചാൽ അതിനെ പറ്റിയുള്ളൊരു സമ്മറി ഒക്കെ തയ്യാറാക്കി സൂക്ഷിക്കുക കേട്ടോ. അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഈ പറയുന്ന ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. പിന്നെ വരുന്നത് പേഷ്യന്റ് എഡ്യൂക്കേഷൻ ആണ് അല്ലെ. രോഗികളുടെ ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക. എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് ഈ പറയുന്ന മരുന്നുകളെ പറ്റിയുള്ളൊരു കൗൺസിലിങ്ങും മറ്റും അവർക്ക് കൊടുക്കുക, ഗൈഡൻസും മറ്റും കൊടുക്കുക കേട്ടോ. അതൊക്കെ ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ ആണോ? പോയിന്റുകളൊക്കെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഏതെങ്കിലും പോയിന്റുകൾ അതിൽ മനസ്സിലാവാത്തതുണ്ടോ? ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്ന് വെച്ചാല് താഴെ തന്നിരിക്കുന്നവയില് ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി റോളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കാം. ചിലപ്പോ ഇതിനകത്ത് പെടാത്ത മറ്റേതെങ്കിലും ആരെങ്കിലും റോളുകൾ എക്സ്ട്രാ ഇതിനകത്ത് കയറ്റിയിട്ട് തരും കേട്ടോ. അപ്പൊ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും. ഓക്കെ ആണല്ലോ? വായിച്ചു നോക്കി. ജസ്റ്റ് വായിക്കൂ കേട്ടോ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഫാർമസി ചെറിയ നല്ല എളുപ്പമല്ലേ ചാപ്റ്റർ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പഠിക്കാനായിട്ട്. അപ്പൊ മെയിൻ ആയിട്ട് എന്താണ് ഫാർമസി എന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകൾ, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ, ഫാർമസിയുടെ ലൊക്കേഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ എന്നാണ്, അതുകൊണ്ടല്ലോ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഫ്ലോർ ആണ് എന്താണ് നമ്മൾ പഠിച്ചത് കേട്ടോ ഫാർമസിയുടെ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം.
അതുപോലെ നമ്മൾ അവിടെ മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് നമ്മുടെ ആ ഒരു ഡ്രഗ് ഇന്റന്റിങ് കേട്ടോ, ഇന്റന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് എക്കണോമിക് ഓർഡർ, ക്വാണ്ടിറ്റി അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫാർമസിയിൽ സൂക്ഷിക്കേണ്ട റെക്കോർഡുകൾ, രജിസ്റ്ററുകൾ എന്തൊക്കെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ബെഡ് സ്ട്രെങ്ത് അല്ലെ, ബെഡ് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ബെഡ് സ്ട്രെങ്തിനെ പറ്റി പറയുന്ന ഒരു ടാബുലാർ കോളം ഉണ്ട്. അത് നിങ്ങൾ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ ആ രീതിയിൽ ആ ടാബുലർ കോളം നമ്മൾ നല്ലപോലെ പഠിച്ചു വെക്കണം കേട്ടോ, ശരിക്കും പഠിച്ചു വെക്കണം. അതൊരു ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്, സെക്രട്ടറി ആരാണ്, അതൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. ഓക്കെ. പിന്നെ നമ്മൾ ഓരോ ഡ്രഗുകളുടെയും സ്റ്റോറേജിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സിൽ ചില പ്രത്യേക കാറ്റഗറി നമ്മൾ പറയുന്നുണ്ട്. ആന്റിബയോട്ടിക്, വിറ്റമിൻസ് അതൊക്കെ സൂക്ഷിക്കുന്ന ടെമ്പറേച്ചർ റേഞ്ച്, അതുപോലെ ഹോർമോൺസ്, സെറം അങ്ങനെയുള്ള സൂക്ഷിക്കുന്ന അതിന്റെ ഒരു ടെമ്പറേച്ചർ റേഞ്ച്, അതൊക്കെ ആ റേഞ്ചുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ. പിന്നെ സാധാരണയായിട്ട് ഒരു ഫാർമസി നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്, ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തം, ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കി മനസ്സിലെത്തി വായിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ ഇതാണ്, ലബോറട്ടറി സർവീസ്. അപ്പൊ ഫാർമസി പഠിച്ചു, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലബോറട്ടറി സർവീസ് ആണ് കേട്ടോ. ലാബ് സർവീസസിനെ പറ്റിയാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നോക്കാം. ലാബും ഈ പറഞ്ഞ പോലെ ഫാർമസി പോലെ അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ തന്നെയാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല, എളുപ്പമാണ് കേട്ടോ, പഠിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ചാപ്റ്ററിന്റെ പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ലബോറട്ടറി സർവീസ്. അപ്പൊ ലാബ് എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ലാബ് എന്താന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ വളരെ ചെറിയ ലാബ് തൊട്ട് വളരെ വലിയ ലാബുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. ലാബ് എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മാത്രമല്ല, നമ്മുടെ എന്താ പറയുക, രോഗനിർണയം നടത്തുന്നതില് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ലബോറട്ടറി സർവീസ് നമ്മൾ എവിടെ പഠിച്ച ഡിപ്പാർട്ട്മെന്റിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സിലാണ് പഠിച്ചത് അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70% നമ്മുടെ അസുഖങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ലാബ് ടെസ്റ്റുകളിലൂടെ അല്ലെ. കാര്യം ഫിസിക്കൽ എക്സാമിനേഷനോടെ ഒക്കെ ചെറിയൊരു അസുഖം എന്താ പറയാ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുമെങ്കിലും എന്താണ് കൂടുതൽ ഒരു 70% നമുക്കൊരു അസുഖത്തെ പറ്റിയുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത് ഏത് ടെസ്റ്റിലൂടെയാണ്, ലാബ് ടെസ്റ്റുകളിലൂടെയാണ് അല്ലെ. ഓക്കെ. അപ്പൊ നമ്മള് അത് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഈ ഒരു ചാപ്റ്റർ. ലബോറട്ടറി സർവീസസുകൾ എന്താണ്, ലാബിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ ലാബിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സ്പെസിമെൻസ് കളക്ട് ചെയ്യുന്ന എണ്ണത്തിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. 2 ക്ലാസിഫിക്കേഷൻ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ലാബ് കൊടുക്കുന്ന സേവനങ്ങൾ ബേസ് ചെയ്തിട്ട് ഒരു ഫങ്ഷണൽ ഡിവിഷൻസ് വരുന്നുണ്ട്. അതുകൂടാതെ ഒരു ലാബ് കളക്ട് ചെയ്യുന്ന ആ സ്പെസിമെന്റിന്റെ എണ്ണത്തിനനുസരിച്ചുകൊണ്ട് അങ്ങനെയും ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഒരു ലബോറട്ടറിയിലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഏത് രീതിയിലായിരിക്കണം, അവിടെ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ എന്താ പറയാ സൈനുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിക്ചർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയൊക്കെ ഇതിനകത്ത് വരുന്നു. വേറെ കൂടുതലായിട്ട് വേറെ ഒന്നും പഠിക്കാനില്ല. ഇത്രയും കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടെസ്റ്റ് കാണിക്കാം. A medical laboratory or a clinical laboratory, it is a place where the tests are done on clinical specimens to get the information about the health of a patient to help in diagnosis, treatment and the prevention of disease. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല. അപ്പൊ എന്താണ് ഒരു മെഡിക്കൽ ലബോറട്ടറി അഥവാ ഒരു ക്ലിനിക്കൽ ലബോറട്ടറി എന്നാണ് അവിടെ പറയുന്നത്. എന്താണ് ഒരു മെഡിക്കൽ ലബോറട്ടറി അഥവാ ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രോഗിക്ക് രോഗനിർണയം നടത്താനും അതുപോലെ തന്നെ രോഗം വരുന്നത് തടയുന്നതിനും
ചികിത്സിക്കുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് വേണം? ആ രോഗിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കണം അല്ലെ? അങ്ങനെ ആ ഹെൽത്ത് ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ സ്പെസിമെൻസില് എന്താണ് ടെസ്റ്റുകൾ നടത്തുന്ന, ക്ലിനിക്കൽ സ്പെസിമെൻസില് പരിശോധനകൾ നടത്തുന്ന ഒരു സ്ഥലം, അതാണ് എന്ത്? ലാബ് എന്ന് പറയുന്നത് അല്ലെ? ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിനിക്കൽ സ്പെസിമെൻസ് അഥവാ ബയോളജിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, രോഗനിർണയം നടത്താനായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതായത് ബ്ലഡ് ആവാം അല്ലെ, ബ്ലഡ് ആവാം, യൂറിൻ ആവാം, അല്ലെങ്കിൽ സ്പ്യൂട്ടം ആവാം, സെറം ആവാം, പ്ലാസ്മയാവാം, സെല്ലുകളാവാം, ടിഷ്യൂ ആവാം അല്ലെ. രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിനെ അത്തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ ക്ലിനിക്കൽ സ്പെസിമെൻസ് അഥവാ ബയോളജിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം സ്പെസിമെൻസിൽ പരിശോധന നടത്തുന്ന ഒരു സ്ഥലമാണ് ലാബ് എന്ന് പറയുന്നത് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെന്താണ്? മെഡിക്കൽ ലബോറട്ടറീസ് ഡിഫർ ഇൻ size and complexity and so provide different types of testing services. ഇപ്പൊ മെഡിക്കൽ ലാബുകൾ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ സൈസിലും കോംപ്ലക്സിറ്റിയിലൊക്കെ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞ് ചെറിയ ലാബുകൾ തൊട്ട് വളരെ വലിയ ലാബുകൾ വരെയുണ്ട് അല്ലെ. ചെറിയ ലാബുകളാകുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കുള്ളൂ, അപ്പൊ അതിനനുസരിച്ചുള്ള സേവനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതേസമയം നമ്മൾ വലിയ വലിയ ലാബുകൾ, ഇപ്പൊ DDRC ഒക്കെ പോലെയുള്ള ഇഷ്ടംപോലെ DDRC ലാബുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അങ്ങനെയൊക്കെയുള്ള ലാബുകളിൽ പോയി കഴിഞ്ഞാൽ എന്താണ്? അവിടെ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവീസുകളായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ലാബ് എന്ന് പറയുമ്പോൾ അത് സൈസിലായിക്കോട്ടെ കോംപ്ലക്സിറ്റിയിലായിക്കോട്ടെ വ്യത്യാസമുണ്ട് അല്ലെ. ഓക്കെ, ഇനി വേറൊരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറൊരു ഡെഫിനേഷൻ കൂടെ അവിടെ പറയാണ്. മെഡിക്കൽ ലബോറട്ടറി ഈസ് എ പാർട്ട് ഓഫ് ദ ലബോറട്ടറി. എന്താണ്? വീഡിയോ ഇടയ്ക്ക് കട്ടാകുന്നുണ്ടോ? കട്ടാകുന്നുണ്ടോ? ആണോ? ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കൂ, ചിലവർക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. നിങ്ങളൊന്ന് എക്സിറ്റ് അടിച്ചിട്ടേ ഒന്നും കൂടെ ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കി, ശരിയായിരിക്കും. ചിലവർക്ക് മാത്രമാണ് ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് അത് റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കാം. അപ്പൊ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. അതന്നെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് എക്സിറ്റ് അടിച്ചിട്ടേ ഒന്നുകൂടെ റീജോയിൻ ചെയ്ത് നോക്കുക, ചിലപ്പോ ശരിയാവും കേട്ടോ. റേഞ്ചുള്ള സ്ഥലത്തിരിക്കണേ. എല്ലാവർക്കും പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ മതി കേട്ടോ. അപ്പോ മെഡിക്കൽ ലബോറട്ടറി ഇസ് എ പാർട്ട് ഓഫ് ദ ലബോറട്ടറി ദാറ്റ് ഈസ് എക്യുപ്ഡ് വിത്ത് വാരിയസ് ബയോ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ് കേട്ടോ. ബയോ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആൻഡ് റിയേജൻസ് for carrying out the different laboratory investigative activities by using the biological specimens. അപ്പൊ ബയോളജിക്കൽ സ്പെസിമെൻസിന് എക്സാമ്പിൾ ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഹോൾ ബ്ലഡ്, സെറം, പ്ലാസ്മ, യൂറിൻ, സ്റ്റൂള് എക്സെട്ര. ഇതൊക്കെ എന്താണ്? ബയോളജിക്കൽ സ്പെസിമെൻസ് ആണ് അല്ലെ. അത് വേറൊരു ഡെഫിനേഷൻ ആണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ബയോളജിക്കൽ സ്പെസിമെൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലാബ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് ഈ പറയുന്ന ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റുകളും എക്യുപ്മെന്റുകളും ഒക്കെ സജ്ജമാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ലാബ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ലാബ് എന്താന്ന് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്തു മാത്രം കേട്ടോ. ഓക്കെ, അടുത്തത് the objectives of a medical laboratory are providing its customers exact results which share the clinical treatment. ഇനി അടുത്തത് പറയുന്നത് ഒരു മെഡിക്കൽ ലാബ് എന്താന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. ബയോളജിക്കൽ സ്പെസിമെൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ബ്ലഡ്, യൂറിൻ, പ്ലാസ്മ, സെറം, സ്റ്റൂള് ഇതൊക്കെയാണ് എന്ത്? ബയോളജിക്കൽ സ്പെസിമെൻസ്. ഇവയൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് നമ്മൾ പല രോഗങ്ങളെയും എന്ത് ചെയ്യുന്നത്? ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി പഠിക്കുന്നത് ഒരു ലബോറട്ടറിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ? പ്രൊവൈഡിങ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് അല്ലെ. ലാബിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാവാം? ഫിസിഷ്യൻസ് ആവാം, പേഷ്യൻസ് ആയിരിക്കാം. ഡോക്ടേഴ്സും ഉണ്ട്, പേഷ്യൻസും ഉണ്ട്. കാര്യം ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ആയിരിക്കും ഒരു ലാബ് ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു ലാബില് അവരുടെ കസ്റ്റമേഴ്സിന് എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള, അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിശോധനാ ഫലം കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു ലാബിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ. ഒരു രോഗിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന്, അവർക്ക് ചികിത്സ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിശോധനാ ഫലങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ, കൃത്യമായിട്ടുള്ള റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ലാബിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയല്ലോ. പ്രൊവൈഡിംഗ് ഈസ് കസ്റ്റമേഴ്സ് എക്സാക്ട് റിസൾട്ട്സ് വിച്ച് ഷെയർ ദ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം വരുന്നത്. ഇത് നിങ്ങൾ
നല്ലപോലെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. നോക്കുക, ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസസ് കേട്ടോ. അതായത് ലാബിനെ നമ്മൾ ഇനി ക്ലാസിഫൈ ചെയ്യുന്നു കേട്ടോ. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഫങ്ഷണൽ ഡിവിഷൻസ് ആണ്. അതായത് ഒരു ലാബിൽ നടക്കുന്ന പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ ഒരു ലാബ് കൊടുക്കുന്ന സേവനങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ ലാബിനെ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. 5 സെക്ഷൻസ് ആയിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യാണ്. ഫങ്ഷണൽ ഡിവിഷൻസ് ആണ് കേട്ടോ. ലാബ് കൊടുക്കുന്ന സർവീസ് അവർ അവിടെ ചെയ്യുന്ന ഫംഗ്ഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ 5 മെയിൻ ഡിവിഷൻസ് ആയിട്ട് അതിനെ മാറ്റിയിട്ടാണ്. ഏതൊക്കെയാണ് 5 ഡിവിഷൻസ്? ജസ്റ്റ് ഒന്ന് വായിക്കാം. ക്ലിനിക്കൽ പാത്തോളജി, നമുക്ക് എന്താണ് ക്ലിനിക്കൽ പാത്തോളജി. രണ്ടാമത്തത് ക്ലിനിക്കൽ മൈക്രോബയോളജി. മൂന്നാമത്തത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. നാലാമത്തത് യൂറിനാലിസിസ്. അഞ്ചാമത്തത് ബ്ലഡ് ബാങ്ക്. ഇതൊക്കെയാണ് 5 ഫങ്ഷണൽ ഡിവിഷൻസ്. ഏതൊക്കെയാണ്? ക്ലിനിക്കൽ പാത്തോളജി, പിന്നെ ക്ലിനിക്കൽ മൈക്രോബയോളജി കൂടെ പറഞ്ഞു പോവാട്ടോ. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, പിന്നെന്താണ് യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്. ഓക്കെ, കിട്ടിയോ നിങ്ങൾക്ക്? 5 ഡിവിഷൻസ് കിട്ടിയോ? ഓക്കെ, അതിനകത്ത് അവസാനത്തെ 2 നമുക്ക് ഈസി ആയിട്ട് പറയാം അല്ലെ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നാലാമത്തെ നോക്കി, യൂറിനാലിസിസ് അല്ലെ. യൂറിനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂറിൻ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല രോഗങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. മൂത്രപരിശോധനയിലൂടെ, പ്രത്യേകിച്ച് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡയബറ്റീസ്, എന്തിനു പറയുന്നത് പ്രഗ്നൻസി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നതിന്, കൺഫേം ചെയ്യുന്നതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? യൂറിൻ അനലൈസ് ചെയ്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. യൂറിൻ അനാലിസിസ് ഒന്നാണ്. രണ്ടാമത്തത് പിന്നെ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്ക് പിന്നെ നമ്മൾ ഓൾറെഡി ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിച്ചതാണ് അല്ലെ. അതും എന്താണ്? അവിടെ നമ്മൾ പറയുന്നുണ്ട്, ബ്ലഡ് ബാങ്ക് ഈസ് എ പാർട്ട് ഓഫ് ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊരു ലാബ് തന്നെയാണ്. കാര്യം അവിടെ ബ്ലഡിന്റെ ടെസ്റ്റുകളും മറ്റും നടക്കുന്നുണ്ട് അല്ലെ. കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്, ഗ്രൂപ്പ് ടെസ്റ്റിങ്, മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നറിയുന്നുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അതും എന്ത് തന്നെയാണ്? ഒരു ലാബ് തന്നെയാണ് അല്ലെ. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നതും ഒരു ലാബിന്റെ തന്നെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും നമുക്ക് അറിയാവുന്നതാണ്. ബാക്കി 3 നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ നോക്കൂ, ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി അല്ലെ. ക്ലിനിക്കൽ പാത്തോളജി എന്താണ്? ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് അല്ലെ. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അതാണല്ലോ പാത്തോളജി എന്ന് പറഞ്ഞാല്. രോഗങ്ങള്, രോഗലക്ഷണങ്ങള്, രോഗകാരണങ്ങളെ കുറിച്ചൊക്കെയുള്ള പഠനം. അപ്പൊ ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡ്, മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സുകളെയൊക്കെ പരിശോധനാ വിധേയമാക്കിയിട്ട് രോഗനിർണയം നടത്തുന്ന ലാബുകള്. മനസ്സിലായോ? അതാണ് ക്ലിനിക്കൽ പാത്തോളജി ലാബ്. സാധാരണയുള്ള ലാബുകളാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബ്ലഡ്, മറ്റുള്ള യൂറിൻ, അങ്ങനെയൊക്കെയുള്ള ബോഡി ഫ്ലൂയിഡ്സുകളെയൊക്കെ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യുന്ന അത്തരം ലാബുകളെയാണ് നമ്മൾ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി എന്ന് പറയുന്നത് കേട്ടോ. ക്ലിനിക്കൽ പാത്തോളജി ക്ലിയർ ആണല്ലോ. ഇനി അതിനകത്ത് വരുന്ന കമ്പോണന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കി അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടോ. ഓരോ എന്താ പറയാ ഡിവിഷന്റെ കീഴിൽ വരുന്ന കമ്പോണന്റുകൾ ഏതൊക്കെയാണ് കേട്ടോ. അപ്പൊ ക്ലിനിക്കൽ പാത്തോളജിയുടെ ഭാഗമായിട്ട് വരുന്ന കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ഹെമറ്റോളജി അല്ലെ. എന്താണ്? ഹെമറ്റോളജി. അറിയാത്തവരെ എഴുതി വെക്കണം കേട്ടോ. നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കാൻ എളുപ്പം അതുപോലെ എഴുതി വെച്ചാൽ മതി. എന്താണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞാല്? സ്റ്റഡി ഓഫ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ ശ്രുതി. സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് അല്ലെ. ഈ രക്തത്തെ കുറിച്ചും രക്തത്തിൽ വരുന്ന അബ്നോർമാലിറ്റീസ് പഠനമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ബ്ലഡിന് ടെസ്റ്റ് നടത്തിക്കൊണ്ട് നമുക്ക് പല രോഗങ്ങളെ കണ്ടെത്താൻ പറ്റും. പ്രത്യേകിച്ച് അനീമിയ അല്ലെ, വിളർച്ച, ലുക്കീമിയ, മറ്റെന്തെങ്കിലും ക്ലോട്ടിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് പരിശോധനയിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഹെമറ്റോളജി എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് ആണ്. അടുത്ത നോക്കൂ, ഹിസ്റ്റോപാത്തോളജി. എന്താണ്? ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഡിസീസസ് ഓഫ് ദ ടിഷ്യൂസ് അല്ലെ. ടിഷ്യൂസ്, കലകൾ അല്ലെ. നമുക്കറിയാം നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാല് കോശങ്ങളാൽ നിർമ്മിതമാണ് അല്ലെ. ഈ കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്, ടിഷ്യൂസുകൾ ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തില് നമ്മള് ഈ പറയുന്ന ടിഷ്യൂ സാമ്പിളുകൾ കളക്ട് ചെയ്ത് അതിനെ എക്സാമിൻ ചെയ്തുകൊണ്ട് പല രോഗങ്ങളെയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള ക്യാൻസർ, അതുപോലെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂ പരിശോധനയിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ആ ഒരു വിഭാഗമാണ് ഹിസ്റ്റോപാത്തോളജി. അപ്പൊ ഹിസ്റ്റോളജി, ഹിസ്റ്റോ എന്നൊക്കെ കേൾക്കുമ്പോൾ സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ് കേട്ടോ.
ഹിസ്റ്റോ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഓർക്കുക സ്റ്റഡി ഓഫ് ടിഷ്യൂസ് ആണ്, കലകളെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ. ടിഷ്യൂസ് കളക്ട് ചെയ്ത് അതിനെ എക്സാമിൻ ചെയ്തുകൊണ്ട് നമ്മൾ പല രോഗങ്ങളെയും കണ്ടെത്തുന്നു കേട്ടോ, പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങള്. പിന്നെ വരുന്നതാണ് സൈറ്റോളജി. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റഡി ഓഫ് സെൽസുകളാണ് അല്ലെ, കറക്റ്റ് ആണ് കേട്ടോ, അനിമീസ് കൂടി കറക്റ്റ് ആണ്. സെല്ലുകൾ അല്ലെ, കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ കോശങ്ങളെയും പഠന വിധേയമാക്കിക്കൊണ്ട് പല രോഗങ്ങളെയും നമുക്ക് കണ്ടെത്താൻ പറ്റും, പ്രത്യേകിച്ച് ക്യാൻസർ തന്നെയാണ്. ക്യാൻസർ ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ക്യാൻസർ എന്ന് തന്നെ പറയുന്നത് അബ്നോർമൽ ആയിട്ട് വരുന്ന ചില സെൽ ഗ്രോത്ത് ആണ് ക്യാൻസർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സെല്ലുകളുടെ പരിശോധനയിൽ നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നതാണ് റൂട്ടീൻ പാത്തോളജി. റൂട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ആയിട്ടുള്ള ലാബ് ടെസ്റ്റുകളാണ് കേട്ടോ. നമ്മൾ സാധാരണ ബ്ലഡ് ടെസ്റ്റുകൾ, യൂറിൻ ടെസ്റ്റുകളൊക്കെ ചെയ്യില്ലേ അസുഖങ്ങളൊക്കെ കണ്ടെത്താനായിട്ട്? അങ്ങനെ നടത്തുന്ന ജനറൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ലാബ് ടെസ്റ്റുകളാണ് റൂട്ടീൻ പാത്തോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കമ്പോണന്റുകൾ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറയുന്ന ബോഡി ബ്ലഡ്, അതുപോലെ തന്നെ മറ്റു ബോഡി ഫ്ലൂയിഡ്സുകള്, അവയൊക്കെ അതുപോലെ സെല്ലുകൾ, ടിഷ്യൂസ്, ഇവയൊക്കെ നമ്മള് പഠന വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ ലാബ് പരിശോധനയുടെ രോഗനിർണയം നടത്തുന്ന ലാബുകൾ. അതിനകത്ത് വരുന്നത് ഹെമറ്റോളജി, സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്, ഹിസ്റ്റോപാത്തോളജി, സ്റ്റഡി ഓഫ് ദ ഡിസീസസ് ഓഫ് ദ ടിഷ്യൂസ്, അതുപോലെ തന്നെ സൈറ്റോളജി, സ്റ്റഡി ഓഫ് ദ സെൽസ്, റൂട്ടീൻ പാത്തോളജി, റൂട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോമൺ ആയിട്ട് നടത്തുന്ന ലാബ് ടെസ്റ്റുകൾ. നമ്മൾ ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യില്ലേ, യൂറിൻ ടെസ്റ്റുകളൊക്കെ ചെയ്യില്ലേ, അസുഖങ്ങളും ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യില്ലേ, അത്തരത്തിലുള്ള കോമൺ ആയിട്ടുള്ള എന്താ പറയാ ലാബ് ടെസ്റ്റുകൾ ഉണ്ടല്ലോ, അതാണ് അവിടെ റൂട്ടീൻ പാത്തോളജി കേട്ടോ. റൂട്ടീൻ പാത്തോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറില്ലേ, അതൊക്കെ റൂട്ടീൻ പാത്തോളജിക്കാണ് വരുന്നതാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ക്ലിനിക്കൽ പാത്തോളജി ഒക്കെ ആണോ? മനസ്സിലായി. അടുത്തതാണ്, ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തതാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി കേട്ടോ. അടുത്തതാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി. അപ്പൊ നിങ്ങൾ എന്തായിട്ട് കണക്ട് ചെയ്യണം? ക്ലിനിക്കൽ മൈക്രോബയോളജി. മൈക്രോ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ഒട്ടനടി എഴുത്തുമായിട്ട് കണക്ട് ചെയ്യണം. മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. മൈക്രോ ആ ഒരു ടേം ഒന്ന് പിടിച്ചോ. മൈക്രോ എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസും ആയിട്ട് കണക്ട് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് അസുഖങ്ങൾ വരുത്തുന്ന സൂക്ഷ്മ രോഗാണുക്കളെ അല്ലെ, അത്തരം സൂക്ഷ്മ രോഗാണുക്കളെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല രോഗങ്ങളെ കണ്ടെത്താനായിട്ട് പറ്റും അല്ലെ. ശരിക്കും പറഞ്ഞാൽ clinical microbiology is a part of microbiology that focuses on the diagnosis, prevention and treatment of the diseases that is caused by the microorganisms. ഏതൊക്കെയാണ് microorganisms? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് അല്ലെ, അതുപോലെ പ്രോട്ടോസോവ, പാരസൈറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള എന്താണ് സൂക്ഷ്മ രോഗാണുക്കൾ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെ നിർണ്ണയിക്കുന്നതിനകത്തുള്ള ഒരു ലാബാണ് അല്ലെ ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന കമ്പോണന്റുകൾ ഏതൊക്കെയാന്ന് നോക്കി എളുപ്പമാണ് അല്ലെ. ബാക്ടീരിയോളജി അല്ലെ, മൈക്രോ ഓർഗാനിസംസിനെയാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിശോധിക്കുന്നത് അല്ലെ. ബാക്ടീരിയോളജി, മൈക്രോ ബാക്ടീരിയോളജി, വൈറോളജി, മൈക്കോളജി, പാരസൈറ്റോളജി, ഇമ്മ്യൂണോളജി, സെറോളജി. ഇവ ഓരോന്ന് എന്താന്ന് ആ പേര് കേൾക്കുമ്പോൾ കുറെയൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലെ. ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റഡി ഓഫ് ബാക്ടീരിയസ് അല്ലെ. അത് തന്നെ ബാക്ടീരിയകൾ പഠനത്തിന് എലിപ്പനിയൊക്കെ പോലുള്ളതൊക്കെ ബാക്ടീരിയ വരുത്തുന്ന അസുഖങ്ങളാണ് അല്ലെ. അപ്പൊ അത്തരത്തില് ബാക്ടീരിയയെ പഠന വിധേയമാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. മൈക്രോ ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ദ മൈക്രോ ബാക്ടീരിയം. മൈക്രോ ബാക്ടീരിയം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? മൈക്രോ ബാക്ടീരിയം അതും ഈ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ തന്നെയാണ്. വളരെ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്, അതായത് നമ്മുടെ ക്ഷയരോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് മൈക്രോ ബാക്ടീരിയം. TB, അത്തരത്തിലുള്ള മൈക്രോ ബാക്ടീരിയത്തിനെ കുറിച്ചുള്ള പഠനം, അതായത് ട്യൂബർകുലോസിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ കണ്ടെത്തുന്നതിനായിട്ട് നമ്മൾ നടത്തുന്നത് മൈക്രോ ആണ് കേട്ടോ. മൈക്രോ MICRO മൈക്രോ ട്ടോ. ഓക്കെ, അപ്പൊ അത് മൈക്രോ ബയോളജി ട്ടോ. മൈക്രോ ബാക്ടീരിയോളജിയില് മൈക്രോ എന്നാണ്, മൈക്രോ അല്ല മൈക്രോ ബാക്ടീരിയോളജി ട്ടോ. ടെസ്റ്റിൽ തെറ്റുണ്ടാവും. ഓക്കെ, അതായത് ക്ലിനിക്കൽ മൈക്രോ ബയോളജി ഇല്ല, അത് മൈക്രോ ആണ്. ഈ ബാക്ടീരിയയുടെ പേര് മൈക്രോ എന്നാണ് കേട്ടോ.
മൈക്കോ MYCO തന്നെയാണ് കേട്ടോ. മൈക്രോ എന്നല്ല, മൈക്കോ ബാക്ടീരിയ. ക്ലിയർ? അപ്പൊ മൈക്കോ ബാക്ടീരിയം എന്ന് പറയുന്നത് ട്യൂബർകുലോസിസിന്, ക്ഷയരോഗത്തിന് കാരണമായിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് കേട്ടോ. അപ്പൊ അതിന് പഠന വിധേയമാക്കിക്കൊണ്ട് നമുക്ക് ട്യൂബർകുലോസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. അടുത്തത് വൈറോളജി. വൈറോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റഡി ഓഫ് വൈറസസ് ആണ് അല്ലെ. അസുഖങ്ങൾ വരുത്തുന്ന വൈറസുകളെ എന്താണ് പഠന വിധേയമാക്കിക്കൊണ്ട് നമുക്ക് രോഗനിർണയമാണ്. പ്രത്യേകിച്ച് കൊറോണ പോലെയുള്ള അല്ലെ അസുഖങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണ് കണ്ടെത്തിയത്. മൈക്കോളജി, അടുത്തെന്താണ്? മൈക്കോളജി. എഴുതി വെച്ചോളൂ. സ്റ്റഡി ഓഫ് ഫംഗി. എന്താണ്? സ്റ്റഡി ഓഫ് ഫംഗി കേട്ടോ. ഫംഗസ്, അതിന്റെ കറക്റ്റ് ആണ് കേട്ടോ. ജൂബി കറക്റ്റ് ആണ്. സ്റ്റഡി ഓഫ് ഫംഗസ് കേട്ടോ. ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ്. അറിയാത്തവരെ എഴുതി വെക്കുക കേട്ടോ. മൈക്കോളജി, സ്റ്റഡി ഓഫ് ഫംഗസ്. നെക്സ്റ്റ് വരുന്നത് പാരസൈറ്റോളജി. എന്താണ്? പാരസൈറ്റോളജി. അതെന്താണ്? സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് വിരകളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ശരീരത്തിലെ വിരകള്, നമുക്ക് ഡയേറിയ, വയറിളക്കം അതൊക്കെ വരുത്തുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ചില പാരസൈറ്റ്സ് മൂലം വരുന്നതാണ് കേട്ടോ. അപ്പൊ പാരസൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. അടുത്തത് കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത് ഇമ്മ്യൂണോളജി. എന്താണ്? ഇമ്മ്യൂണോളജി. എന്തായിരിക്കും ഇമ്മ്യൂണോളജി എന്ന് പറയുമ്പോൾ? സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റംസ് അല്ലെ. സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റംസ് റെസ്പോൺസ് ടു ദ ഇൻഫെക്ഷൻസ്. അതായത് നമ്മുടെ ഇൻഫെക്ഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ റെസ്പോൺസിനെ കുറിച്ചുള്ള പഠനം അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു രോഗാണു കയറുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ റെസ്പോണ്ട് ചെയ്യും അല്ലെ. അപ്പൊ ആ ഒരു ഇൻഫെക്ഷന് എതിരായിട്ടുള്ള നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ റെസ്പോൺസിനെ കുറിച്ചുള്ള പഠനമാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റംസ് റെസ്പോൺസ് ടു ദ ഇൻഫെക്ഷൻ. ജസ്റ്റ് വേണമെങ്കിൽ എഴുതി വെച്ചോ കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെച്ചോ. അറിയുന്നവരെ എഴുതണമെന്നില്ല കേട്ടോ. സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റംസ് റെസ്പോൺസ് ടു ദ ഇൻഫെക്ഷൻ. നെക്സ്റ്റ് വരുന്നതാണ് സെറോളജി. എന്താണ്? സെറോളജി. സെറോളജി എന്താണ്? അനലൈസ് ദ ബ്ലഡ് സെറം അല്ലെ. അത് തന്നെ സ്റ്റഡി ഓഫ് സെറം. ഈ സെറം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സുകൾ, അതായത് രക്തം കട്ട പിടിക്കുന്നതിന് എന്താ പറയാ, മീൻസ് നമ്മുടെ ബ്ലഡിനകത്ത് എന്തുണ്ട്? ബ്ലഡ് സെല്ലുകൾ, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സുകളും ഒക്കെ ഉണ്ട് അല്ലെ. അതെല്ലാം നീക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ക്ലിയർ പോർഷൻ ഓഫ് ലിക്വിഡ് ഉണ്ടല്ലോ, അതാണ് സെറം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബ്ലഡ് സെറം എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ബ്ലഡില് ആ ഒരു ക്ലോട്ടിംഗ് ഫാക്ടേഴ്സോ മറ്റുള്ള ബ്ലഡ് സെല്ലുകളൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന അഭാഗമാണ് സെറം എന്ന് പറയുന്നത് കേട്ടോ. പ്ലാസ്മയല്ല, അത് ലിക്വിഡ് പോർഷൻ ആണ് സെറം. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത ഭാഗമാണ് കേട്ടോ. അങ്ങനെയുള്ള ക്ലിയർ പോർഷൻ ആണ് നമ്മുടെ സെറം എന്ന് പറയുന്നത്. ഈ സെറത്തിനകത്ത് ചില സ്പെഷ്യൽ ആന്റിബോഡികള്, ആന്റിജൻസുകളൊക്കെ ഉത്പാദിപ്പിക്കപ്പെടും. എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തിനകത്തേക്ക് എന്തെങ്കിലും രോഗാണു പ്രവേശിക്കുമ്പോൾ. ഇപ്പൊ കൊറോണയൊക്കെ വന്നില്ലേ നമുക്ക്. അപ്പൊ പ്രത്യേകിച്ച് നമ്മളൊരു രോഗാണു നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുന്ന സമയത്ത് അതിനെതിരായിട്ട് ചില സ്പെഷ്യൽ ആന്റിബോഡികള്, ആന്റിജൻസുകളുടെ ഒക്കെ സാന്നിധ്യം നമ്മുടെ സെറത്തിനകത്ത് ഉണ്ടാകും. അപ്പൊ ഈ സെറം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇതില് സ്പെഷ്യൽ ആന്റിബോഡികൾ, ആന്റിജൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സ്പെഷ്യൽ ആന്റിബോഡി ഉണ്ടാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഏതെങ്കിലും ഒരു രോഗാണു നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറിയിട്ടുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അനലൈസ് ദ ബ്ലഡ് സെറം ടു ഡയഗ്നോസ് ദ ഇൻഫെക്ഷൻസ് കേട്ടോ. ഇൻഫെക്ഷൻസ് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ബ്ലഡിലെ സെറം നമ്മൾ അനലൈസ് ചെയ്യാണ്. അപ്പൊ അതാണ് സെറോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബാക്ടീരിയ, മൈക്രോ ബാക്ടീരിയോളജി സ്റ്റഡി ഓഫ് മൈക്രോ ബാക്ടീരിയം കോസിംഗ് ട്യൂബർകുലോസിസ്. അതുപോലെ തന്നെ വൈറോളജി സ്റ്റഡി ഓഫ് വൈറസസ്. മൈക്കോളജി എന്താണ്? സ്റ്റഡി ഓഫ് ഫംഗസ് ആണ്. പാരസൈറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. ഇമ്മ്യൂണോളജി എന്താണ്? സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റംസ് റെസ്പോണ്ട് ടു ദ ഇൻഫെക്ഷൻ. സെറോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ് സെറം ആണ്. ഇത്രയും ഭാഗങ്ങൾ ആരുടെ കീഴിലാണ് വരുന്നത്? ക്ലിനിക്കൽ മൈക്രോബയോളജിക്കകത്താണ് വരുന്നത്. അപ്പൊ മൈക്രോബയോളജി എന്ന് കേൾക്കുമ്പോൾ മൈക്രോ ഓർഗാനിസംസുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കണം കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നതാണ്
ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഇതാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. അപ്പൊ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് ബയോളജിയും വരുന്നുണ്ട്, കെമിസ്ട്രിയും വരുന്നുണ്ട് അല്ലെ. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ കെമിക്കൽ പ്രോസസ്സസ് ഇൻ ദ ലിവിംഗ് ഓർഗാനിസം അല്ലെ. കെമിക്കൽ റിയാക്ഷൻ, ദാറ്റ് മീൻസ് കെമിക്കൽ പ്രോസസ്സ് ഇൻ ദ ലിവിംഗ് ഓർഗാനിസം. രണ്ടും ആയില്ലേ, ബയോളജി ആയി കെമിസ്ട്രി അല്ലെ. ലിവിംഗ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ ഒരു ബയോളജി അതിനകത്ത് കയറുന്നുണ്ട് അല്ലെ. കെമിക്കൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ഒരു കെമിസ്ട്രി വന്നു. സോ ബയോകെമിസ്ട്രി അല്ലെ. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ കെമിക്കൽ പ്രോസസ്സസ് ഇൻ ദ ലിവിംഗ് ഓർഗാനിസം. നമ്മുടെ മനുഷ്യരെ പോലുള്ള നമ്മുടെ ലിവിംഗ് ഓർഗാനിസത്തിനകത്ത് നടക്കുന്ന കെമിക്കൽ പ്രോസസ്സുകളെ കുറിച്ചുള്ള പഠനം. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശരീരത്തിനകത്ത് ധാരാളം ബയോമോളിക്യൂൾസ് ഉണ്ട് അല്ലെ. പ്രോട്ടീൻസുകളുണ്ട്, ലിപ്പിഡ്സുകളുണ്ട്, അതുപോലെ കാർബോഹൈഡ്രേറ്റുകളുണ്ട്, ഹോർമോണുകളുണ്ട്, എൻസൈമുകളുണ്ട് അല്ലെ. ഇങ്ങനെയുള്ളതിന്റെയൊക്കെ കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് പലവിധ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തില് കെമിക്കൽ പ്രോസസ്സുകളെ പഠന വിധേയമാക്കിയിട്ട് നമ്മൾ പല രോഗങ്ങളെ നമുക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് വരുന്നതാണ് ബയോകെമിക്കൽ അനാലിസിസും ഹോർമോണൽ അസേസും. ഇതൊക്കെയാണ് ബയോകെമിക്കൽ അനാലിസിസ് ആൻഡ് ഹോർമോണൽ അസേസ്. ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് അല്ലെ. അതായത് സ്റ്റഡി ഓഫ് ദ കെമിക്കൽ പ്രോസസ്സസ് ഇൻ ദ ലിവിംഗ് ഓർഗാനിസം ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ ജുബി. അത് ഹോർമോണൽ അസേയിലാണ് ഹോർമോണിന്റെ വരുന്നത് കേട്ടോ. ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രോട്ടീൻസുകള്, ലിപ്പിഡ്സുകള്, അങ്ങനെയുള്ളതിന്റെയൊക്കെ ആക്ടിവിറ്റികളൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ട് എക്സാമിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പല രോഗങ്ങളെയും ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ലിപ്പിഡ്സ് ആക്ടിവിറ്റി നോക്കിയിട്ട് നമുക്ക് ലിവറിന്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റും അല്ലെ. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ലിപ്പിഡ് ടെസ്റ്റ് ആണ് അവിടെ നടത്തുന്നത് അല്ലെ. ലിപ്പിഡ്സുകളെയൊക്കെ പരിശോധന വിധേയമാക്കിയിട്ട് നമുക്ക് ലിവർ ഫംഗ്ഷൻ ഒക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഷുഗർ, ഡയബറ്റിക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഹോർമോണൽ അസേ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുണ്ടി പറഞ്ഞ പോലെ ഹോർമോണൽ അസേ എന്ന് പറഞ്ഞാൽ ഹോർമോണുകൾ പഠനം, ഹോർമോണുകള്, എൻസൈമുകള് അതിനെയൊക്കെ പഠന വിധേയമാക്കിയിട്ട് പല രോഗങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും അല്ലെ. പൊണ്ണത്തടി വരും അല്ലെ. അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ ഹോർമോണൽ പ്രശ്നം കൊണ്ട് ഒത്തിരിയേറെ അസുഖങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. PCOD പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അത്തരത്തിൽ ഹോർമോണുകളെ പഠന വിധേയമാക്കിയിട്ടും പല രോഗങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, ക്ലിനിക്കൽ ബയോകെമിസ്ട്രിക്കകത്ത് വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മള് ഇവിടെ ഒരു ലാബ് കൊടുക്കുന്ന സേവനങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് 5ആയിട്ട് ഡിവൈഡ് ചെയ്തു ഫങ്ഷണൽ ഡിവിഷൻസ്. ഒന്നാമത്തത് ക്ലിനിക്കൽ പാത്തോളജി അല്ലെ. പാത്തോളജിയിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഹെമറ്റോളജി, സൈറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, റൂട്ടീൻ പാത്തോളജി ഒക്കെ ക്ലിനിക്കൽ പാത്തോളജിക്കകത്ത് വരുന്നതാണ്. രണ്ടാമത്തത് ക്ലിനിക്കൽ മൈക്രോബയോളജി. മൈക്രോ എന്ന് കേൾക്കുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടും ബാക്ടീരിയോളജി, വൈറോളജി, മൈക്കോളജി, പാരസൈറ്റോളജി, സെറോളജി, ഇതൊക്കെ അതിനകത്ത് വരുന്നത്. പിന്നെ വരുന്നതാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഇപ്പൊ ബയോളജി, കെമിസ്ട്രി ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക കെമിക്കൽ പ്രോസസ്സിന്റെ ലിവിംഗ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺസുകള്, എൻസൈംസുകള്, ലിപ്പിഡ്സുകള് അതിന്റെയൊക്കെ ആക്ടിവിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് എക്സാമിൻ ചെയ്തിട്ട് നമ്മൾ രോഗം ഡയഗ്നോസ് ചെയ്യുന്നു. അതിനകത്ത് വരുന്നതാണ് ബയോകെമിക്കൽ അനാലിസിസും ഹോർമോണൽ അസേസും. യൂറിൻ അനാലിസിസ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. യൂറിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? രോഗം ഡയഗ്നോസ് ചെയ്യും അല്ലെ. ബ്ലഡ് ബാങ്കും നമുക്ക് അറിയാവുന്നതാണ്. ഈ 5 ഡിവിഷൻസ് ഒക്കെയാണ് നമുക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്രയും മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പൊ ഞാനെന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മിസ്സേ, ആ ബയോകെമിക്കൽ അനാലിസിസ് ഒന്നുകൂടി പറയാമോ? ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി ഓഫ് ദ കെമിക്കൽ പ്രോസസ്സസ് ഇൻ ദ ലിവിംഗ് ഓർഗാനിസം. നമ്മളൊരു ലിവിംഗ് ഓർഗാനിസം തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഹോർമോണുകളുണ്ട്, എൻസൈമുകളുണ്ട്, പ്രോട്ടീനുകളുണ്ട്, ലിപ്പിഡുകളുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് ബയോമോളിക്യൂൾസ് നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ഇതൊക്കെ കെമിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ പല ആക്ടിവിറ്റികളും മറ്റും ചെയ്യുന്നത്. അതുപോലെ ഈ ഹോർമോണുകളുടെ എൻസൈമിലൊക്കെ വ്യതിയാനം കൊണ്ടും നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ബയോമോളിക്യൂൾസിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ പല രോഗങ്ങളെയും എന്ത് ചെയ്യാണ്? ഡയഗ്നോസ് ചെയ്യാണ്. അതാണ് ബയോകെമിക്കൽ അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ?
ബയോകെമിക്കൽ അനാലിസിസ് എന്താണ്? നമ്മുടെ ശരീരത്തിനകത്തുള്ള പല കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഈ പറയുന്ന സംഭവങ്ങളാണ് പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ. അപ്പൊ നിങ്ങൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ലിപ്പിഡ് ആക്ടിവിറ്റിയാണ് അവർ നോക്കുന്നത്. നമ്മുടെ ലിപ്പിഡ്സിന്റെ ആ ഒരു ടെസ്റ്റ് നടത്തിയിട്ടാണ് നമുക്ക് വല്ല ഫാറ്റി ലിവർ ഉണ്ടോ അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരുന്നത് അല്ലെ? സ്ത്രീകൾക്ക് തന്നെ ഇഷ്ടംപോലെ തൈറോയിഡ് പ്രോബ്ലംസുകള്, അമിതവണ്ണം അല്ലെ പൊണ്ണത്തടി, ഇങ്ങനത്തെയൊക്കെ വരുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ്. അത്തരത്തിലുള്ള ഹോർമോണുകള്, എൻസൈമുകള്, ലിപ്പിഡുകള്, പ്രോട്ടീൻ അതിനെയൊക്കെ പഠനവിധേയമാക്കിയിട്ട് നമുക്ക് ലാഭ പരിശോധനയിലൂടെ പല രോഗങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. മിസ്, ഡെഫിനേഷന്റെ അവസാനം ഒന്ന് പറയാമോ? കെമിക്കൽ പ്രോസസ് ഇൻ ദ ലിവിംഗ് ഓർഗാനിസം. ഓർഗാനിസം മനുഷ്യരെ പോലെയുള്ള ജീവനുള്ള വസ്തുക്കളിൽ ലിവിംഗ് ഓർഗാനിസം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് താങ്ക് യു.